ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രവർത്തനം 1, ചെറുതേത്? ചെറുതിൻ്റെ എണ്ണം കളത്തിൽ എഴുതൂ. കൂട്ടുകാരെ, വലുതേതാതിലെ? വലുത് ആന, ബഞ്ച്, ജിറാഫ്. ബാക്കിയുള്ളതെല്ലാം ചെറുതല്ലേ? അപ്പോൾ ചെറുത് നമ്മൾ എണ്ണണം. വലിയ സാധനങ്ങൾ എണ്ണരുത്, ചെറുത് മാത്രം എണ്ണണം. അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ? 1, 2, 3, 4, 5, 6, 7. അപ്പം എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടിയത്? 7. എത്ര ചെറിയ സാധനങ്ങളുണ്ട് അതിൽ? 7. ഓക്കെ, 7 എന്ന് ആ കളത്തിൽ എഴുതണം. ഇനി അടുത്തത് പ്രവർത്തനം 2. എണ്ണി നോക്കൂ. എണ്ണി നോക്കി കളത്തിൽ എഴുതൂ. വ്യത്യാസവും കണ്ടെത്തണേ. അപ്പം 2 പ്ലേറ്റിൽ നിറയെ പഴങ്ങളുമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ 2 പ്ലേറ്റ് നമ്മൾ എണ്ണിയിട്ട് ആ പ്ലേറ്റിൻ്റെ അടിയിലുള്ള കളത്തിൽ നമ്മൾ എഴുതണം. ഒന്ന് എണ്ണി നോക്കി. ആദ്യത്തെ പ്ലേറ്റിൽ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ പ്ലേറ്റിൻ്റെ കളത്തിൽ 10 എന്ന് എഴുതണം. അടുത്ത പ്ലേറ്റിലോ? അടുത്ത പ്ലേറ്റിൽ 1, 2, 3, 4, 5, 6, 7, 8. എത്ര കിട്ടി? 8. അപ്പം 8 എന്ന് എഴുതണം. 2 പ്ലേറ്റിലുള്ള പഴങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടിയില്ലേ? ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പ്ലേറ്റിൽ 10 എണ്ണം ഉണ്ട്, ഒരു പ്ലേറ്റിൽ 8 എണ്ണം ഉണ്ട്. വ്യത്യാസം കണ്ടുപിടിക്കാൻ കൂടുതലുള്ള സംഖ്യയിൽ നിന്ന് കുറവുള്ള സംഖ്യ കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 10 - 8. ആൻസർ എത്രയാ? 10 വിരലെടുക്കൂ. 10 വിരലെടുത്ത് അതിൽ നിന്ന് 8 വിരൽ എന്ത് ചെയ്യണം? മടക്കണം. അപ്പം എത്രയാ നമുക്ക് ഉത്തരം കിട്ടിയത്? 2. അപ്പം നമ്മൾ വ്യത്യാസം എന്ന കളത്തിൽ എത്ര എഴുതും? 2 എന്ന് എഴുതണം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ചിഹ്നം ചേർക്കൂ. ചിഹ്നം ചേർക്കാനാണ് നമുക്ക് ഇതിൻ്റെ ചോദ്യം തന്നിരിക്കുന്നത്. ആ ഒരു പെട്ടിക്കളിയിൽ എന്തൊക്കെ ചിഹ്നങ്ങളാണ് തന്നിരിക്കുന്നത്? ഈയുടെ ചിഹ്നം, ആടെ ചിഹ്നം, ഊടെ ചിഹ്നം, ഊൻ്റെ ചിഹ്നം, ഏടെ ചിഹ്നം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് പ ഡാഷ് വ്. എന്താണ് അവിടെ? ആ വാക്ക് എന്താണ്? പൂവ്. അപ്പോൾ പൂവ് എന്ന് എഴുതണം. അപ്പോൾ എന്ത് ചിഹ്നം ചേർക്കണം അവിടെ? അവിടെ ഊടെ ചിഹ്നം ചേർക്കണം. എന്താ വായിക്കുക? പൂവ്. അടുത്തതോ? അടുത്തത് പാറാന്ന് തന്നിട്ടുണ്ട്. ഇനി ഡാഷ് എന്താവും? പാറയ്ക്ക് ഏതിൻ്റെ ചിഹ്നം ചേർക്കണം? എപ്പോഴും ഒരു വാക്ക് കിട്ടും. ഏത് ചിഹ്നം ചേർക്കണം? ഈയുടെ ചിഹ്നം ചേർക്കണം. അപ്പം എന്ത് കിട്ടും? പാറി. ഇനി അടുത്തത് ച ഡാഷ് രി ച പിന്നെ ഡാഷ്. അപ്പം എന്താവും അവിടെ എഴുതുക? ചിരിച്ചു. ചിരിച്ചു എന്നുള്ള വാക്കാണ്. ച കഴിഞ്ഞ ഈയുടെ ചിഹ്നം ചേർക്കണം. പിന്നെ രി, പിന്നെയും ച കഴിഞ്ഞ ഊൻ്റെ ചിഹ്നം ചേർക്കണം. അപ്പം എന്ത് വായിക്കും? ചിരിച്ചു. ഇനി അടുത്തത് ഡാഷ് ത എൻ. അപ്പം എന്താവുക മുന്നിൽ കൊടുക്കുന്ന ചിഹ്നം? മുന്നിൽ കൊടുക്കുന്ന ചിഹ്നം ഏടെ ചിഹ്നമാണ്. ബാക്കിയൊക്കെ തന്നിരിക്കുന്നതിൽ ബാക്കിൽ കൊടുക്കേണ്ട ചിഹ്നമാണ്. മുന്നിൽ കൊടുക്കുന്ന ചിഹ്നം ഒരെണ്ണം അതിൽ തന്നിട്ടുള്ളൂ. ഏതാണ്? ഏ എന്നാണ്. അപ്പോൾ തേൻ. അടുത്തത് ക ഡാഷ് ഡി ചു. അപ്പം എന്താവും? എന്ത് വാക്കാണ്? കുടിച്ചു. അപ്പം ക കഴിഞ്ഞ് എന്ത് ചിഹ്നം കൊടുക്കണം? ഊൻ്റെ ചിഹ്നം കൊടുക്കണം. അപ്പം എന്ത് വായിക്കും? കുടിച്ചു. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4, എണ്ണാം എഴുതാം. ഒരു എ ചിത്രം ഒരു ബി ചിത്രം തന്നിട്ടുണ്ട്. എ ചിത്രത്തിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. അതിൻ്റെ താഴെ 6 എന്ന് എഴുതണം. ബി ചിത്രത്തിൽ എത്രയുണ്ട്? 1, 2, 3, 4. അപ്പം അതിൻ്റെ താഴെ 4 എന്ന് എഴുതണം. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കുട്ടകളിലും കൂടി ആകെ എത്ര ആപ്പിളുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? 6 + 4 എത്രയാ? 6 വിരലെടുക്കുക, പിന്നീട് 4 വിരലെടുക്കുക. കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും? 10. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആ 2 കുട്ടകളിലും കൂടി നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 2 കുട്ടകളിലും കൂടി ഒരുമിച്ച് എണ്ണുമ്പോൾ എത്ര കിട്ടി? 6 + 4 എത്രയാ? 10. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.